ബ്രഹ്മമുഹൂർത്തത്തിൽ ഉറക്കം ഉണർന്നിരുന്ന ഒരാളാണ് ജയേട്ടൻ. ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണർന്ന് തൻ്റെ ശരീരത്തിനും മനസ്സിനും വേണ്ടുന്ന കാര്യങ്ങൾ കൃത്യനിഷ്ഠയോടുകൂടി ചെയ്തു പോന്നിരുന്നു അദ്ദേഹം. അതിരാവിലെ 3 മണി മുതൽ സൂര്യൻ ഉദിക്കുന്നതിന് 40 മിനിറ്റ് മുൻപ് വരെയുള്ള സമയം. ആ സമയത്തെയാണ് ബ്രഹ്മമുഹൂർത്തം അഥവാ സരസ്വതി യാമം എന്ന് പറയുന്നത്. ഈ ബ്രഹ്മമുഹൂർത്ത സമയത്ത് പ്രകൃതി വളരെ ശാന്തമായിരിക്കും. ബ്രഹ്മമുഹൂർത്തം എന്താണെന്നോ ബ്രഹ്മമുഹൂർത്തത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചോ അറിയാത്ത വ്യക്തികൾ, അതായത് നെഗറ്റീവ് ചിന്തകളുള്ള ഭൂരിഭാഗം ആളുകളും ഉറങ്ങുന്ന സമയം. ബ്രഹ്മമുഹൂർത്തം എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തെ അറിയാനുള്ള മുഹൂർത്തം. ബ്രഹ്മജ്ഞാനം എന്ന് പറഞ്ഞാൽ ആത്മജ്ഞാനം. അഹം ബ്രഹ്മാസ്മി, സർവം കൽപ്പിതം ബ്രഹ്മ, ആത്മാവാണ് പരബ്രഹ്മം. ഈ പരബ്രഹ്മ സ്വരൂപമായ ആത്മാവിനെ, അതായത് നമ്മുടെ ഉള്ളിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന പരമാത്മ ചൈതന്യത്തിന്റെ ഭാഗമായിട്ടുള്ള ജീവാത്മാവിനെ, അതായത് യഥാർത്ഥത്തിലുള്ള നമ്മളെ അറിയുവാനുള്ള മുഹൂർത്തമാണ് ബ്രഹ്മമുഹൂർത്തം. ഈ മുഹൂർത്തത്തിൽ ഉണർന്ന് നാമം ജപിക്കുന്നവരുണ്ട്, വ്യായാമം ചെയ്യുന്നവരുണ്ട്, യോഗ, പ്രാണായാമം, മെഡിറ്റേഷൻ തുടങ്ങിയവ ചെയ്യുന്നവരുണ്ട്. ഇതെല്ലാം തന്നെ നാം നമ്മെ അറിയുവാൻ വേണ്ടി ചെയ്യുന്നതാണ്. നമ്മുടെ മതഗ്രന്ഥങ്ങളായ ബൈബിളിലും ഖുറാനിലും ഭഗവത്ഗീതയിലും ബ്രഹ്മമുഹൂർത്തത്തെ പറ്റി പറയുന്നുണ്ട്. എല്ലാവർക്കും ഈ സമയത്ത് ഉണരുവാൻ സാധിക്കില്ല. പ്രപഞ്ചം തിരഞ്ഞെടുത്തിട്ടുള്ളവർക്ക് മാത്രമേ ഈ സമയത്ത് ഉണർവുണ്ടാവുകയുള്ളൂ. പലർക്കും ബ്രഹ്മമുഹൂർത്തം എന്താണെന്നോ അതിന്റെ പ്രത്യേകതകളെക്കുറിച്ചോ ഒന്നും അറിയില്ല. അങ്ങനെയുള്ളവർക്ക് ഒരിക്കലും ആ സമയത്ത് എണീക്കാൻ സാധിക്കില്ല. എന്നാൽ മറ്റൊരു വിഭാഗം ആളുകൾക്ക് ബ്രഹ്മമുഹൂർത്തം എന്താണെന്നും അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും എല്ലാം അറിയാമായിരിക്കും. പക്ഷെ എന്നാലും മടി കൊണ്ട് അവർ കിടന്നുറങ്ങും. എന്നാൽ വേറൊരു വിഭാഗം ആളുകൾക്ക് ഈ ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണർന്ന് തങ്ങളുടെ ശരീരത്തിനും മനസ്സിനും വേണ്ടത് ചെയ്യണമെന്ന് അതിയായ ആഗ്രഹം ഉണ്ടാകും. എങ്കിലും അവർക്കത് കൃത്യനിഷ്ഠയോടുകൂടി മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. അതിന് പല പല തടസ്സങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് വരും. ഇങ്ങനെയുള്ള ആളുകൾ നെഗറ്റീവ് ചിന്തകൾ കൂടുതലുള്ള ആളുകളായിരിക്കും. അങ്ങനെയുള്ള ആളുകൾക്ക് ഒരിക്കലും കൃത്യനിഷ്ഠയോടുകൂടി ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണരുവാൻ സാധിക്കില്ല. അതിന് പ്രപഞ്ചം അവരെ അനുവദിക്കില്ല. കാരണം ബ്രഹ്മമുഹൂർത്തം എന്ന് പറയുന്ന ആ ഒരു സമയത്ത് ഉണരണമെങ്കിൽ പ്രപഞ്ചത്തിന്റെ അനുഗ്രഹം കൂടിയേ തീരൂ. തന്നെ താൻ സ്വയം അറിയാൻ, ബ്രഹ്മത്തെ അറിയാൻ, ആത്മാവിനെ അറിയാനുള്ള മുഹൂർത്തമാണ് ബ്രഹ്മമുഹൂർത്തം. ജയേട്ടനെ സംബന്ധിച്ച് അദ്ദേഹം കൃത്യനിഷ്ഠയോടുകൂടി ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണർന്ന് തൻ്റെ ശരീരത്തിനും മനസ്സിനും വേണ്ടുന്ന വ്യായാമം ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. എത്ര ലേറ്റായി ഉറങ്ങാൻ കിടന്നാലും അദ്ദേഹം ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണർന്നിരിക്കും. അത് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് ആണ്. അദ്ദേഹം ജീവിതത്തിൽ വളരെ കൃത്യനിഷ്ഠയോടുകൂടി അനുഷ്ഠിച്ചിട്ടുള്ള ഏറ്റവും മഹത്തായ ഒരു കാര്യമാണ് അത്. ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണരുന്നത് യോഗത്തെ സ്ഥിതിയുള്ളവരാണ്. യോഗത്തെ സ്ഥിതിയുള്ള ഒരു ആത്മാവ് ജീവിക്കുന്ന ശരീരത്തിന് മാത്രമേ ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണർന്ന് പ്രവർത്തിക്കുവാൻ സാധിക്കുകയുള്ളൂ. ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണർന്ന് ബ്രഹ്മത്തെ അറിയാൻ ശ്രമിക്കുന്നവർക്ക് അന്നത്തെ ദിവസം മുഴുവൻ ഊർജ്ജസ്വലമായി പ്രവർത്തിക്കുവാൻ സാധിക്കുന്നു. ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ ആത്മസംയമനത്തോടെ അവർക്ക് നേരിടാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാവില്ല. അവരോട് ഇടപെടുന്ന വ്യക്തികളുടെ സ്വഭാവം ഒറ്റ നോട്ടത്തിൽ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ബ്രഹ്മമുഹൂർത്തത്തെ പറ്റി ജയേട്ടന്റെ ഭൗതിക മനസ്സിന് അറിവില്ല. എന്നാൽ ആ ഭൗതിക മനസ്സിനെയും ആ ശരീരത്തെയും ഭരിച്ചുകൊണ്ടിരുന്ന ആ ആത്മാവ്, അത് ജന്മജന്മാന്തരങ്ങളായി ഈ ഭൂമിയിലേക്ക് വന്ന് അനുഭവങ്ങളിലൂടെ മനസ്സിലാക്കിയതാണ് ബ്രഹ്മമുഹൂർത്തത്തെയും അതിന്റെ പ്രാധാന്യത്തെയും പറ്റി. അതുകൊണ്ട് തന്നെ ഈ ജന്മത്തിലും താൻ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആ ഭൗതിക ശരീരം ബ്രഹ്മമുഹൂർത്ത സമയത്ത് ഉണർന്നിരിക്കണമെന്ന് ആ ആത്മാവ് ആഗ്രഹിച്ചു. അതുകൊണ്ട് തന്നെയാണ് ജയേട്ടൻ നിത്യവും ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണരുക എന്നുള്ള ആ ഒരു നിഷ്ഠ പരിപാലിച്ചു പോന്നിരുന്നത്. ജയേട്ടന്റെ ആത്മസ്ഥിതിയെക്കുറിച്ച് അറിയാത്തവർ ഇതൊക്കെ അദ്ദേഹം നേവിയിൽ വർക്ക് ചെയ്തത് കൊണ്ടുണ്ടായ ദിനചര്യകളാണെന്ന് പറയുമായിരിക്കും. അങ്ങനെയാണെങ്കിൽ നേവിയിലും ആർമിയിലും എയർഫോഴ്സിലും ഒക്കെ വർക്ക് ചെയ്യുന്ന എത്രയോ ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. നമ്മുടെ കുടുംബത്തിൽ പോലും അങ്ങനെയുള്ള ആളുകൾ ഉണ്ടായിരിക്കും. അവരൊക്കെ ഈ സമയത്ത് ഉണർന്ന് അവരുടെ ശരീരത്തിനും മനസ്സിനും വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ? അല്ലെങ്കിൽ അവരുടെ സ്വഭാവത്തിന്റെ പ്രത്യേകതകൾ, അവരിലുള്ള സത്യസന്ധതയും കൃത്യനിഷ്ഠയും, ഇതൊക്കെ ഒന്ന് വീക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ജയേട്ടന്റെ ആത്മാവ് അത്രത്തോളം യോഗത്തെ സ്ഥിതിയിലുള്ള ഒരു ആത്മാവായത് കൊണ്ടാണ് അദ്ദേഹത്തിന് ഈ കൃത്യനിഷ്ഠകളൊക്കെ അനുഷ്ഠിക്കുവാൻ സാധിച്ചിരുന്നത്. ജയേട്ടന്റെ ജീവിതത്തിൽ അദ്ദേഹം അനുഷ്ഠിച്ചു പോന്നിരുന്ന സത്യസന്ധത, ദയ, വിനയം, നന്ദി, കരുണ, മര്യാദ, സഹനം, ക്ഷമ, അംഗീകാര തത്വം തുടങ്ങിയ ഗുണങ്ങളെക്കുറിച്ചുള്ള ഒരു ലഘുവിവരണമാണ് ജയേട്ടനെ അറിയാൻ എന്ന് പറയുന്ന ഈ സ്റ്റോറിയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത് ഈ ചാനലിലൂടെ ഓരോ ഭാഗങ്ങളായി അവതരിപ്പിക്കാൻ സാധിക്കുന്നതിന് ഈ പ്രപഞ്ചത്തോട് ഞാൻ നന്ദി പറയാണ്. എൻ്റെ ജയേട്ടൻ്റെ ആത്മാവിനോട് ഞാൻ നന്ദി പറയാണ്.
എല്ലാവരോടും എല്ലാത്തിനോടും എപ്പോഴും നന്ദി. താങ്ക് യു സോ മച്ച്.